ഗുരുവായൂരിലേക്ക് കൂടി പോവുകയാണ്. ശരത്ത് ഓങ്ങല്ലൂർ തുടരുന്നുണ്ട്. ശരത്ത്, നേരത്തെ സുജു പറഞ്ഞതുപോലെ ആഘോഷങ്ങളിൽ മലയാളികൾ ഒട്ടും പിന്നിൽ തന്നെയല്ല. നാടും നഗരവും വിഷു ആഘോഷത്തിൽ മുഴുകിക്കഴിഞ്ഞു. ഗുരുവായൂരിലെ കാഴ്ചകൾ എങ്ങനെയാണ്? ആര്യ, വിഷു ആഘോഷം എന്ന് പറയുന്നത് ഗുരുവായൂരിനെ സംബന്ധിച്ചൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. നിരവധി ഭക്തജനങ്ങളാണ് ഇന്നലെ രാത്രി തൊട്ട് ഗുരുവായൂർ ഈ കണി കാണാനും കണ്ണനെ കാണാനുമായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് 2:45 തൊട്ട് പുലർച്ചെ 2:45 തൊട്ട് 3:45 വരെയായിരുന്നു കണി ഒരുക്കിയിരുന്നത്. അത് കവപ്പുറത്ത് അച്യുതൻ നമ്പൂതിരിയാണ്, മേൽശാന്തി കവപ്പുറത്ത് അച്യുതൻ നമ്പൂതിരി ഇത്തരത്തിൽ കണി വെച്ചിരുന്നു. അതിനുശേഷം നിരവധി ഭക്തജനങ്ങളാണ് വന്ന് കണി കണ്ടത്. അതിനുശേഷം കണി കണ്ടവർക്കെല്ലാം തന്നെ മേൽശാന്തിയുടെ വക വിഷു കൈനീട്ടം നൽകിയിരുന്നു. നിരവധി ജനങ്ങൾ, അതായത് 10,000-കണക്കിന് ജനങ്ങളാണ് ഈ ഗുരുവായൂർ എത്തിയിട്ടുള്ളത് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട്. വിഷു ദിവസം ഗുരുവായൂരുള്ള ആഘോഷം വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ വിഷു ദിവസം ഈ ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് തങ്ങളുടെ ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ വർഷം മുഴുവൻ വലിയ ഐശ്വര്യം ഉണ്ടാകും എന്നൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്തജനങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുള്ളത്. ക്ഷേത്ര ശ്രീലകത്ത് ഇന്നലെ രാത്രി തന്നെ കീഴ്ശാന്തിക്കാർ ഓട്ടുരുളിയിൽ ഉണക്കല്ലരി, വെള്ളരിക്ക, കണിക്കൊന്ന എന്നിവ ഉപയോഗിച്ച് മുല്ലപ്പൂവ്, ചക്ക, മാങ്ങ, വാൽക്കണ്ണാടി, ഗ്രന്ഥം, അലക്കിയ മുണ്ട്, സ്വർണം, നാണ്യം എന്നീ കണിക്കോപ്പുകൾ ഒരുക്കി വെച്ചിരുന്നു. ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ്റെ വലതുഭാഗത്തായിട്ട് ആലവട്ടം, വെഞ്ചാമരം, നെറ്റിപ്പട്ടം എന്നിവ കൊണ്ട് അലങ്കരിച്ച സ്വർണ്ണ സിംഹാസനത്തിൽ കണ്ണൻ്റെ തങ്കത്തിടമ്പും കണിക്കോപ്പുകളും ഭക്തർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നു. ഭക്തരെല്ലാവരും തന്നെ ഇന്നത് കണി കണ്ടിട്ടുണ്ടാകും. ശ്രീകോവിലിന് പുറത്ത് നമസ്കാര മണ്ഡപത്തിലും കണി ഒരുക്കിയിട്ടുണ്ട്. ഈ കണിക്ക് ശേഷമാണ് ഈ പറയുന്ന വിശ്വാസികൾക്ക് മേൽശാന്തി വിഷു കൈനീട്ടം നൽകിയിട്ടുണ്ടാവുക. ആര്യ, എന്തായാലും വലിയ ഭക്തജനത്തിലേക്ക് സ്വാഭാവികമാണ്. ഗുരുവായൂരിനെ സംബന്ധിച്ച് വിഷു ദിവസം വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ടാകും. സ്വാഭാവികമായിട്ടും തന്നെ നമുക്കറിയാം, ഗുരുവായൂരിൻ്റെ ചുറ്റുപ്രദേശങ്ങളിലെല്ലാം വലിയ തിരക്കാണ്. വിഷുവിനെ ഗുരുവായൂരപ്പനെ കാണാനും കണി കാണാനുമായിട്ട് നിരവധി വിശ്വാസികളാണ് ആര്യ ഗുരുവായൂരിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായും ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ തിരക്കാണ് ഗുരുവായൂർ നടയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ശരത്ത്, അവിടെ നിന്നുള്ള പുലർച്ചെയുള്ള ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയുള്ള ചടങ്ങുകളൊക്കെ ഏത് രീതിയിലാണ്? ആര്യ, വിഷുക്കണി കാണാനുള്ള അവസരം 2:45 തൊട്ട് 3:45 വരെയായിരുന്നു. അത്തരത്തിൽ വിഷുക്കണി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴും ഭക്തർ വരുന്നുണ്ട്. വിഷുക്കണിക്ക് പുറത്ത് ഈ പറയുന്ന പോലെ ഗുരുവായൂരപ്പനെ കാണുക, തങ്ങളുടെ ഈ വിഷു ദിവസം വളരെ ഭക്തിപൂർവ്വമാക്കുക എന്നീ ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ഇനി തുടർന്ന് ഇതിനകത്ത് ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിനുശേഷം ശ്രീലകവാതിൽ തുറന്നതിന് ശേഷം നാളികേരം മുടച്ച് തിരിയിട്ട് കത്തിച്ച് കണ്ണനെ വിഷു കൈനീട്ടം നൽകും. തുടർന്ന് ഭക്തർ കണ്ണനെ തൊഴുതാം. വിഷുനാളിൽ 4 കറികളും ഇടിച്ചു പിഴിഞ്ഞ പായസവുമായിട്ട് ഉച്ച നിവേദ്യത്തിനായിട്ട് ഈ പറയുന്ന ഒരു നമസ്കാര സദ്യ ഉണ്ട്. അത് വളരെ വിശേഷമാണ് ഗുരുവായൂരിനെ സംബന്ധിച്ച്. അതിനുശേഷം ഇന്നത്തെ ഈ ചടങ്ങുകളെല്ലാം അവസാനിക്കും. ആര്യ, ശരത്ത്, ഗുരുവായൂർ അമ്പല നടയിലെ വിശേഷങ്ങളാണ് പറഞ്ഞത്.